നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹക്കീം സമരം സർക്കാർ ഇരട്ടത്താപ്പ് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി. യുവമോർച്ച പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പെരിങ്ങോട്ട് BJP ഹർത്താൽ ആചരിച്ചു. ദേശീയപാതയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. SFI സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട M. ബിജിന് ജന്മനാട്ടിൽ സ്വീകരണം. പയ്യന്നൂരിൽ KSUവിന്റെ നേതൃത്വത്തിൽ സജിത് ലാൽ അനുസ്മരണം. പഴയങ്ങാടിയിലെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാകുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഹക്കീം വധക്കേസ് അന്വേഷണം CBI ഏറ്റെടുക്കില്ലെന്ന് അറിയിച്ച സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് സംയുക്ത സമരസമിതി. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും വരെ സമരപരിപാടിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമരസമിതി. പുതിയ സാഹചര്യത്തിൽ പയ്യന്നൂരിൽ MLA വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് സമരസമിതി നിലപാട് വിശദീകരിച്ചത്. കേസ് CBI ഏറ്റെടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് CBIക്ക് വിടാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഈ കേസ് CBI ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരസമിതിയുടെ നിവേദനം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ P. കരുണാകരൻ MP മുഖേനയും ശ്രീമതി ടീച്ചർ MP മുഖേനയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും ഈ നിവേദനം കൂടി വെച്ചുകൊണ്ട് അവിടെ നിവേദനം സമർപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഹക്കീം വധക്കേസ് അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് P. കരുണാകരൻ MPയും C. കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതി അംഗങ്ങളും കഴിഞ്ഞ ദിവസം CBI ആസ്ഥാനം സന്ദർശിച്ചപ്പോഴാണ് കേസ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് CBI സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നതായും സർക്കാർ ഇക്കാര്യം മറച്ചുവെക്കുകയുമായിരുന്നുവെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് C. കൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തത്. യഥാർത്ഥത്തിൽ കേസിന്റെ ഗൗരവവും CBIയെ ബോധ്യപ്പെടുത്തുവാനും ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാനും സംസ്ഥാന സർക്കാരിനോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ സാധിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് സർക്കാർ കാണിച്ചിരിക്കുന്നതെന്ന് MLA മാധ്യമ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. CBI പരാമർശിച്ചതുപോലെ അധോലോക ബന്ധമോ മറ്റു സമാന ഘടകങ്ങളോ ഹക്കീം വധക്കേസിൽ ഇല്ലെങ്കിലും സംഭവത്തിന്റെ ഗൗരവം, സംഭവം നടന്ന സാഹചര്യം എന്നിവ കണക്കിലെടുത്താൽ തികച്ചും അസാധാരണമായ സംഭവം തന്നെയാണ് ഹക്കീം വധം. അത് മാത്രം മതിയാകും ഈ കേസ് CBI കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ. പക്ഷേ സർക്കാർ വേണ്ടത്ര ഗൗരവം കാണിച്ചില്ല, MLA പറഞ്ഞു. നിലവിൽ CBI അവരുടെ ഭാഗം വ്യക്തമാക്കി. ഇനി സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഭാഗം കൂടി വ്യക്തമാക്കണം, MLA മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സമരസമിതി കൂടുതൽ ശക്തിയോടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും CBI കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതിയെ സമീപിക്കുമെന്നും MLA മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. C. കൃഷ്ണൻ MLAയോടൊപ്പം T. പുരുഷോത്തമൻ, GD നായർ, K. ദേവി, KV ലളിത എന്നിവരും മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഹക്കീം വധക്കേസ് നിരാഹാര സത്യഗ്രഹം 43 നാൾ പിന്നിട്ടു. സത്യഗ്രഹി KV ബാബുവിന് ഐകദാർഢ്യം പ്രഖ്യാപിച്ച് പ്രശസ്ത കവി PK ഗോപി, CPI അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി എന്നിവർ സമരപ്പന്തൽ സന്ദർശിച്ചു. സാമൂഹ്യ മുന്നേറ്റത്തിനും മനുഷ്യ സമത്വത്തിനും വേണ്ടിയുള്ള നിരവധിയായ പ്രക്ഷോഭ പരമ്പരകൾക്ക് അരങ്ങായി മാറിയ പയ്യന്നൂരിന് പുതിയൊരു സമരാനുഭവം പകർന്നുകൊണ്ട് സംയുക്ത സമരസമിതി നേതൃത്വത്തിലുള്ള നിരാഹാര സത്യഗ്രഹ സമരം 43 ദിവസം പിന്നിടുകയാണ്. ഒരു പാവം മനുഷ്യനെ ക്രൂരമായി കൊന്നു കത്തിച്ചു കളഞ്ഞിട്ടും കൊലയാളികളെ നിയമത്തിനു മുന്നിലെത്തിക്കുന്നതിൽ കുറ്റകരമായ അലംഭാവം പുലർത്തുന്ന ഭരണകൂട നിലപാടിനെതിരെയാണ് പയ്യന്നൂരിലെ ധാർമ്മിക ബോധമുള്ള ജനത നടത്തുന്ന ഈ സഹന സമരം. നാളുകൾ പിന്നിടുന്തോറും സമരത്തിന് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മനുഷ്യർ കൂടുതൽ ആവേശകരമായ പിന്തുണയാണ് നൽകി വരുന്നത്. 4 ദിവസമായി നിരാഹാര സത്യഗ്രഹം തുടരുന്ന
സംയുക്ത സമരസമിതി അംഗം KV ബാബുവിനെ വെള്ളിയാഴ്ച CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി സന്ദർശിച്ചു. ഹക്കീമിൻ്റെ കൊലയാളികളെ കണ്ടെത്തുന്നതിനു വേണ്ടി പയ്യന്നൂരിലെ ജനത യോജിച്ച് നടത്തുന്ന ത്യാഗപൂർണമായ സമരം മാതൃകാപരമാണെന്നും നീതിക്കു വേണ്ടി ഒരു ജനത നടത്തുന്ന ഈ യോജിച്ച പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അധികകാലം അധികാരികൾക്കാവില്ലെന്നും സത്യൻ മൊകേരി പറഞ്ഞു. വൈകിട്ടോടെ പ്രശസ്ത കവി PK ഗോപി പന്തലിലെത്തി സത്യഗ്രഹിയെ അഭിവാദനം ചെയ്യുകയും സമരസഖാക്കളോട് സംസാരിക്കുകയും ചെയ്തു. ഭയാനകമാം വിധം കുറ്റവാസന കൂടിക്കൊണ്ടിരിക്കുന്നു. അധ്വാനത്തിന്റെ മേഖല പതുക്കെ 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 വിലകെട്ട് താണുപോകുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം KV ബാബു കിടക്കുന്നതുകൊണ്ട് പറയാം, PK വാസുദേവൻ നായർ ട്രസ്റ്റ് PKV ട്രസ്റ്റിന്റെ മീറ്റിംഗ് ആയിരുന്നു എറണാകുളത്ത്. ജസ്റ്റിസ് സുകുമാരൻ അധ്യക്ഷനായിട്ടുള്ള ട്രസ്റ്റ് ഉണ്ട്. അതിന്റെ ഫലം ഉടനെ വരും. ഒരു അവാർഡുണ്ട് അവർക്ക്. അർഹിക്കുന്ന ഒരാളിന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവാർഡ് വരും. കേരള മഹിളാ സംഘം പ്രവർത്തകർ വെള്ളിയാഴ്ച അനുഭാവ ഉപവാസം നടത്തി. PR പൊന്നമ്മ പ്രസംഗിച്ചു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ, CPI സംസ്ഥാന സമിതി അംഗം A പ്രദീപൻ എന്നിവരും വെള്ളിയാഴ്ച പന്തലിലെത്തി. പെരിങ്ങോത്ത് ഹർത്താൽ. BJP പ്രവർത്തകനായ ഓട്ടോറിക്ഷ തൊഴിലാളി പാറയ്ക്കൽ പ്രസന്നകുമാറിനെ ട്രിപ്പ് വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. പെരിങ്ങോം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും യുവമോർച്ച പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറിയുമായ കൊരങ്ങാട്ടെ PS പ്രസന്നനെ ഒരു സംഘം ആക്രമിച്ച് കാൽ തകർത്തു. പരിക്കേറ്റ പ്രസന്നന്റെ ഇടതുകാൽമുട്ടിനു താഴെ വേർപെട്ടു. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്കായിരുന്നു സംഭവം. പെരിങ്ങോം ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് പ്രസന്നന്റെ ഓട്ടോറിക്ഷ ട്രിപ്പ് വിളിച്ചിരുന്നു. പിറക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ മാതിപ്പാറയിൽ വെച്ച് 10ഓളം പേർ ചേർന്ന് ഓട്ടോറിക്ഷ മറിച്ചിട്ടു. ചെങ്കൽ കാലിനു മുകളിലിട്ടാണ് കാൽ തകർത്തത്. ആയുധവുമായി എത്തിയ സംഘം പ്രസന്നനെ തുടർന്നും ആക്രമിച്ചു. പരിക്കേറ്റ പ്രസന്നനെ പയ്യന്നൂരിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് BJP നേതൃത്വം വെള്ളിയാഴ്ച പെരിങ്ങോത്ത് ഹർത്താൽ ആചരിച്ചു. ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ ചന്തപുര കെക്കോട്ടുവയലിൽ വെച്ചാണ് അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ കണ്ടോന്താർ ചെങ്ങളത്തെ സന്തോഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് കടുക്കാരത്തേക്ക് പോവുകയായിരുന്ന TK ഡീലക്സ് ബസ്സും കണ്ണൂരിൽ നിന്ന് വരികയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ചന്തപുര കൈക്കോട്ടുവയലിൽ വെച്ച് രാവിലെ 8:30യോടെയാണ് സംഭവം. ബൈക്ക് യാത്രക്കാരനായ കണ്ടോന്തർ ചെങ്ങളത്തെ സന്തോഷിനെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികൻ ബസ്സിന് നേരെ ചെന്നിടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഡ്രൈവർ ബൈക്കിന്റെ വരവ് കണ്ട് വേഗത കുറച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. പയ്യന്നൂരിൽ നിന്നും ചെറുപുഴയിലേക്ക് പോവുകയായിരുന്ന ആവണി ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്ക്. ചെറുപുഴ വയലായിൽ വെച്ചായിരുന്നു അപകടം സംഭവം. രാത്രി 7 മണിയോടെ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. CPM മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RSSന്റെ ഉള്ളറകൾ എന്ന വിഷയത്തിൽ സംവാദം. പിലാത്രയിൽ നടന്ന പരിപാടിയിൽ മുൻ പ്രചാരക് സുധീഷ് മിന്നി പ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ബോംബും ആയുധങ്ങളും ഉണ്ടാക്കി എത്തിക്കുന്ന ഒരു രഹസ്യ സങ്കേതമാണ് എന്റെ നാട് എന്ന് ഞാൻ അറിഞ്ഞപ്പോ ഇത് അധികാരികളോട് പറഞ്ഞ സമയത്ത് RSS ഉള്ളുകളികളെ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. തങ്ങളുടെ നിഗൂഢാജണ്ടകൾ പൊതുസമൂഹത്തെ കബളിപ്പിച്ച് പ്രാവർത്തികമാക്കുകയാണ് RSSകാർ. പ്രചാരകന്മാർ ഇത് ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്നു. ഇത് ചോദ്യം ചെയ്തതിനാണ് താൻ വിഭാഗീയനായതെന്നും സുധീഷ് മിന്നി പറഞ്ഞു. RSSലെ മായാവികളെ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. 25 വർഷത്തെ അസഹനീയമായ അനുഭവങ്ങളാണ് തന്നെ മാറ്റിമറിച്ചതെന്നും സുധീഷ് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K പത്മനാഭൻ സ്വാഗതവും പറഞ്ഞു. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സജിത് ലാൽ അനുസ്മരണം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. കലാപശാലകളാക്കി കേരളത്തിലെ സ്കൂളുകളെയും കോളേജുകളെയും മാറ്റിയ രാഷ്ട്രീയമാണ് SFIക്ക് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്നലെകളിൽ ഞാനടക്കം ഉയർത്തിപ്പിടിച്ച KSUവിന്റെ മഹത്തായ പാരമ്പര്യം എന്താണ്? നീലപതാകയുടെ രാഷ്ട്രീയം എന്താണ്? കലാലയങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ യാത്രാ സൗജന്യത്തിന് വേണ്ടി SFIയുടേത് ഗുണ്ടാ രാഷ്ട്രീയമാണ്. അക്രമത്തിന്റെ ചോരപ്പുഴയൊഴുക്കി കേരളത്തിലെ വിദ്യാലയങ്ങളെയും കോളേജുകളെയും കലാപശാലകളാക്കി മാറ്റിയ ചരിത്രമാണ് SFIക്ക് പറയാനുള്ളത്. എന്നാൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിച്ച പാരമ്പര്യമാണ് KSUവിന്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു സംഘടനയും ഇല്ലാതിരുന്ന കാലത്താണ് KSU പ്രവർത്തന മണ്ഡലത്തിലേക്ക് വന്നതെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സതീശൻ പാച്ചേനി അഭിപ്രായപ്പെട്ടു. ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ സിബിൻ ജോസഫ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് സുധീഷ് ജെയിംസ്, ഷാഹുൽ ഹമീദ്, MK രാജൻ, VC നാരായണൻ, AP നാരായണൻ, K ജയരാജ്, രജീഷ് കണ്ണോത്ത്, അത്തായി പത്മിനി, നവനീത്,
എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SFI സംസ്ഥാന സെക്രട്ടറിയായ M. വിജിന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. മാട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ സ്വീകരണ പരിപാടി TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മുത്തുക്കുടുകളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിജിനെ വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CP ഷിജു മാലയിട്ട് സ്വീകരിച്ചു. സ്വീകരണ പരിപാടി TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മാടായി ഏരിയയിൽ ഒരു സഖാവിന് കൂടി അത്തരമൊരു അവസരം കൈവരികയാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗം വളരെ കലുഷിതമാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കേരളം ഒരു വികസിത രാജ്യത്തോട് കടപിടിക്കാൻ കഴിയുന്ന ജീവിത മുന്നേറ്റമുണ്ടായ ഒരു നാടാണ്. ലൈഫ് ക്വാളിറ്റി ഇൻഡെക്സ്, ജീവിത ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ വികസിത സമൂഹത്തോട് കടപിടിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി, വിസ്മയാവഹമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ ഒരു സമൂഹമായി കേരളം മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPIM മാട ഏരിയ സെക്രട്ടറി K. പത്മനാഭൻ SFI ഏരിയ കമ്മിറ്റിയുടെ ഉപഹാരം വിജിന് നൽകി. ഏരിയ പ്രസിഡന്റ് TV പ്രണവ് രാജ് ചടങ്ങിൽ അധ്യക്ഷനായി. CPIM മാട ഏരിയ കമ്മിറ്റി അംഗം V. വിനോദ്, SFI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് സിറാജ്, PM അഖിൽ, PK റമീസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. M. വിജൻ മറുപടി പ്രസംഗവും നടത്തി. ഏരിയ സെക്രട്ടറി TV അനീഷ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഘോഷയാത്രയിലും തുടർന്ന് നടന്ന യോഗത്തിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കനത്ത മഴയിൽ കടുമേനിയിൽ കിണർ ഇടിഞ്ഞു താണു. കടുമേനി പൊങ്കലിലെ പാമ്പാടിയിൽ തങ്കച്ചന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു വീണത്. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ കനത്ത മഴയിലാണ് സംഭവം. തങ്കച്ചന്റെ വീടിന്റെ മുറ്റത്തോട് ചേർന്നുള്ള കിണറാണ് മണ്ണിടിഞ്ഞ് തകർന്നത്. പഴയങ്ങാടിയിലെ ടൂറിസം ഫെസിലിറ്റി സെന്റർ പട്ടി വളർത്തൽ കേന്ദ്രമായി മാറി. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സഞ്ചാരികൾക്ക് വിവരങ്ങൾ നൽകാൻ സ്ഥാപിച്ച കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. മാടായിയുടെ ചരിത്രമന്വേഷിച്ച് മാടായിപ്പാറയിലും പരിസരങ്ങളിലും എത്തുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ 2006 പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ടൂറിസം ഫെസിലിറ്റി സെന്റർ ആരംഭിച്ചത്. അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി KC വേണുഗോപാലാണ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം കഴിഞ്ഞ് 9 വർഷം പിന്നിടുമ്പോഴും സെന്ററിന്റെ ഉദ്ദേശലക്ഷ്യം നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുരയാക്കി ടൂറിസം ഫെസിലിറ്റി സെന്റർ മാറി. ഏതുനേരവും ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ കേന്ദ്രമാണ് ഇവിടം. ഒറ്റനോട്ടത്തിൽ നായ് വളർത്തൽ കേന്ദ്രമാണെന്നേ പറയൂ. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച കേന്ദ്രത്തിൽ തെരുവ് നായ്ക്കൾ വിഹരിക്കുമ്പോൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ഏറെ ഭീതിയിലാണ്. അന്തിമയങ്ങിയാൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രം കൂടിയാണ്. രാത്രിയിൽ ആവശ്യമായ വെളിച്ചമില്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് ഗുണം ചെയ്യുന്നു. ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. അധികൃതരുടെ നിലപാടിൽ ശക്തമായ പ്രതിഷേധമുയർന്നു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുവത്തൂർ മൈച്ചയിൽ വാഹനാപകടം. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു സംഭവം. ചെറുവത്തൂരിൽ നിന്നും നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ പ്രദേശവാസിയായ രജത്തിനാണ് ഷോക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ രോഷാകുലരായ നാട്ടുകാർ ഏറെ നേരം ദേശീയപാത ഉപരോധിച്ചു. നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമം വിഫലമായി. പിന്നീട് ജില്ലാ കളക്ടറുടെ പ്രതിനിധിയും സ്ഥലം MLA K. കുഞ്ഞിരാമനും സംഭവസ്ഥലത്തെത്തി. മയിച്ച ഭാഗത്തെ ദേശീയപാത വീതി കൂട്ടി അപകടാവസ്ഥ പരിഹരിക്കുമെന്നും ഉടൻ പരിഹാരം കാണുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞുപോയി. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ CI പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിലും സാംസ്കാരിക നിലയങ്ങളിലും വിദ്യാർത്ഥികളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും SPCയുടെയും ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണം നീലേശ്വരം CI KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ദിവസം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് കേരള സംസ്ഥാന സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സെക്കൻഡ് ഫേസ് ഘട്ടം ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ്. അതിന് ഉദ്ഘാടനം കോഴിക്കോടാണ് നടന്നുവെക്കുന്നത്. ഔദ്യോഗികമായ ഉദ്ഘാടനം. വ്യക്തികളിൽ നിന്നും സ്കൂൾ പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന മാർഗങ്ങൾ അടയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് CI അഭിപ്രായപ്പെട്ടു. ചന്ദേര SI A. രാജേഷ്, ASI മുരളീധരൻ, EV രതീഷ്, പ്രിൻസിപ്പൽ ഷീജ, ഹെഡ്മാസ്റ്റർ K. ശശിധരൻ അടിയോടി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു.
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നവത ഫാർമേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി വെങ്ങരയിൽ ഞാറുനടീൽ ഉത്സവം സംഘടിപ്പിച്ചു. ടി.വി. രാജേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാറ്റടിയുടെയും നാട്ടിപ്പാട്ടിന്റെയും ഗൃഹാതുര സ്മരണയുണർത്തി ഒരു ഞാറ്റുവേല കൂടി സമാഗതമായപ്പോൾ വെങ്ങര ഗ്രാമം ഉത്സവത്തിമിർപ്പിലാണ്. നവത ക്ലബിന്റെ നേതൃത്വത്തിലുള്ള നവത ഫാർമേഴ്സ് ഗ്രൂപ്പ് 2.5 ഏക്കറോളം പ്രദേശത്താണ് ഇക്കുറി നെൽകൃഷി നടത്താൻ തീരുമാനിച്ചത്. യുവാക്കളെ കാർഷിക രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ച് നെൽകൃഷിയിലേക്ക് ഇറങ്ങിയത്. നാട്ടിലെ പഴയകാല കർഷകരും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും യുവാക്കൾക്ക് സഹായവുമായി രംഗത്തുണ്ട്. വെങ്ങര കിഴക്കരക്കാവിന് സമീപത്ത് വയലിൽ നടന്ന നടീലുത്സവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ തച്ചൻ അധ്യക്ഷത വഹിച്ചു. PP കരുണാകരൻ, വിനോദ് കുമാർ, കുമാരി ധനലക്ഷ്മി, സജിത് കുമാർ T, VP ദിലീപൻ, D ഉമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മാട്ടൂൽ പഞ്ചായത്തിലെ കാവിലെപ്പറമ്പിൽ തോട് സംരക്ഷണമില്ലാതെ നശിക്കുന്നു. തോട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതായി ആക്ഷേപം. മാട്ടൂൽ പഞ്ചായത്തിലെ കാവിലെപ്പറമ്പിൽ തോട് മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്കുനിലച്ച നിലയിലാണ്. മഴക്കാലത്ത് ഈ തോട് വഴിയാണ് വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. ഇത് മാട്ടൂലിലെ കർഷകർക്ക് ഏറെ ആശ്വാസമായിരുന്നു. എന്നാൽ ഇന്ന് സമീപവാസികൾ മാലിന്യങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങിയതോടെ തോട്ടിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതും പകർച്ചവ്യാധികൾ പകരുന്നതിനും കാരണമായിട്ടുണ്ട്. വീടുകളിൽ നിന്ന് മലിനജല പൈപ്പ് തോട്ടിലേക്ക് സ്ഥാപിച്ച് മലിനജലം ഒഴുക്കിവിടുന്ന കാഴ്ചയും ഇവിടെ കാണാൻ കഴിയും. തോട് സംരക്ഷിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്ന് പരക്കെ ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഗ്രാമസഭയിലും മറ്റും ജനങ്ങൾ നിരവധി തവണ ആവശ്യമുന്നയിച്ചെങ്കിലും അധികാരികളിൽ നിന്നും അനുകൂല നടപടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സെറിബ്രൽ പാൾസി രോഗബാധിതയായി ക്ലേശം അനുഭവിക്കുമ്പോഴും സർഗാത്മക വായനാശീലത്തിലൂടെ വേദന മറികടക്കുന്ന പ്രിയ വായനക്കാരിയെ തേടി ഇഷ്ടകഥാകാരനെത്തി. പൈനൂർ കോളേജ് ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി അമ്പിളി ശ്രീനിവാസിനെ തേടിയാണ് എൺമകജയുടെ കഥാകാരൻ വായനക്കാരിയുടെ വീട്ടിലെത്തിയത്. പാരിസ്ഥിതിക വിഹ്വലതകൾക്ക് പുതിയ സർഗാത്മക ആവിഷ്കാരം തീർത്ത എൺമകജ എന്ന നോവൽ അമ്പിളി ശ്രീനിവാസൻ എന്ന ബിരുദ വിദ്യാർത്ഥിനിക്ക് ആഴമേറിയ തിരിച്ചറിവുകളാണ് പകർന്നത്. സെറിബ്രൽ പാൾസി രോഗബാധിതയായി തളർന്ന് എഴുത്തും സംസാരവും അന്യമായി പോയ പെൺകുട്ടി ചക്രക്കസരയിലെ അതിജീവനത്തിനിടയിലും എൺമകജ വായനാനുഭവം അമ്മയ്ക്ക് പറഞ്ഞുകൊടുത്തെഴുതിച്ച് ഇഷ്ടകഥാകാരന് സമ്മാനമായി നൽകുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അമ്പിളിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നന്നായിട്ട് വായിക്കാനും നന്നായിട്ട് എഴുതാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാഷോട് അപ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് എന്തായാലും അമ്പിളിയുടെ വീട്ടിൽ തന്നെ പോയിട്ട് അമ്പിളിയെ കാണണം ഒരു ദിവസം. പക്ഷെ പല തിരക്കുകൾ കൊണ്ട് ഇങ്ങോട്ട് വരാൻ വൈകിപ്പോയി. പിന്നെ ബാലമാഷുടെ സമയം കൂടെ നോക്കിയിട്ട് വളരെ ഒത്തുകിട്ടിയ, അങ്ങനെയാണെങ്കിൽ വായനാവാരത്തിൻ്റെ ഒരു ദിവസം പോകാം. കാരണം വായനാവാരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. അമ്പിളി ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞ് അംബികാസുധൻ മാങ്ങാട് പയ്യന്നൂരിൽ അമ്പിളിയുടെ വീട്ടിൽ നേരിട്ടെത്തുകയായിരുന്നു. ഇഷ്ടകഥാകാരനൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളുടെ സർഗാത്മക സൗന്ദര്യം തനിക്ക് കരുത്തു പകർന്നുവെന്ന് അമ്പിളി പറഞ്ഞു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AU സ്കൂളിൽ നടന്ന വായനാവാരം സമാപനം അക്ഷരദീപം തെളിയിച്ച് കുട്ടികൾ തന്നെ ഉദ്ഘാടനം ചെയ്തു. അക്ഷരദീപം തെളിയുന്നതിന് പശ്ചാത്തലമൊരുക്കി മലയാള പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ ആലപിച്ച കവിതാശകലം ചടങ്ങിന് കൊഴുപ്പേകി. തുടർന്ന് നടന്ന ഭാസ്കരൻ മാഷും കുട്ടിയോളും പരിപാടിയിൽ വായനാമന്ത്രം കേരളീയരെ പഠിപ്പിച്ച PN പണിക്കരെ കുറിച്ച് സരസമായി പാടി പഠിപ്പിച്ച് TP ഭാസ്കര പൊതുവാൾ കുട്ടികളെ കയ്യിലെടുത്തു. പുതിയൊരു ലോകം തുറന്നു തന്നു, അക്ഷര നന്മതൻ ദിവ്യലോകം, അക്ഷയകാന്തിതൻ പുണ്യലോകം. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഷെറിൻ അധ്യക്ഷത വഹിച്ചു. PU സുമതി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ഷേർലി എന്നിവർ സംസാരിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷകർക്ക് കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു. കുറ്റ്യാട്ടുംതാഴെ പാടശേഖരത്ത് നടന്ന ചടങ്ങ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനു തോമസ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റന്നൂർ പാടശേഖരം, കൈക്കോട്ടുവയൽ പാടശേഖരം, കുറ്റ്യാട്ടുംതാഴെ പാടശേഖരം, പള്ളിവളപ്പൻ മൂല പാടശേഖരം
എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊയ്ത്ത് യന്ത്രം, പവർ സ്പ്രേയർ, കളപറിക്കുന്ന യന്ത്രം, ട്രാക്ടർ എന്നീ കാർഷികോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതത്തിൽ നിന്നും 7,12,050 രൂപയും പഞ്ചായത്ത് വിഹിതത്തിൽ നിന്നും 84,500 രൂപയും ചെലവിട്ടാണ് കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ റൂബി ജാനറ്റ് ജോണി പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലപ്പള്ളി നാരായണൻ, 14-ാം വാർഡ് അംഗം ടി വി മോഹനൻ, ചിറ്റന്നൂർ പാടശേഖര സമിതി പ്രസിഡന്റ് കെ വി പത്മനാഭൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കലാ സാംസ്കാരിക പ്രവർത്തകനും CPIM കരിവള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന കൊച്ചി അമ്പുവിന്റെ 5ാം ചരമവാർഷിക ദിനം ഓണക്കുന്നിൽ ആചരിച്ചു. ഓണക്കുന്നിൽ നടന്ന പൊതുയോഗം KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ദീപ്തമായ സ്മരണ പുതുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷം പൂർത്തിയാവുകയാണ്. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മ പുതുക്കുക എന്നത് ഒരു കാലഘട്ടത്തെ കൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട് വളർന്നു വന്നിട്ടുള്ള ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചക്ക മഹോത്സവത്തിന്റെയും സ്കൂളിലേക്ക് സംഭാവന ചെയ്ത മൈക്ക് സെറ്റ് വിതരണോദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വടക്കൻ കണ്ണോത്ത് വീട്ടിൽ പാഠ്യമ സ്മരണയ്ക്ക് മക്കൾ സ്കൂളിലേക്ക് സംഭാവന ചെയ്ത മൈക്ക് സെറ്റിന്റെ സമർപ്പണവും TV രാജേഷ് MLA നിർവഹിച്ചു. എല്ലാ ക്ലാസ് മുറികളും നമ്മുടെ മെസ്സേജ് എത്തിക്കാൻ ശ്രമിക്കും. ഒരു അനൗൺസ്മെന്റ് നമുക്കറിയാം, ഇവിടെ കെട്ടിടം പലയിടങ്ങളിലായിട്ടാണ് നിങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിലും നമുക്ക് അനൗൺസ്മെന്റ് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തിൽ PTA പ്രസിഡന്റ് PV ഗംഗാധരൻ അധ്യക്ഷനായി. VK സതീശൻ മുഖ്യാതിഥിയായിരുന്നു. സ്നേഹലത, P ദാമോദരൻ, TV ഉണ്ണികൃഷ്ണൻ, A ജയൻ, M മോഹനൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചക്കയുടെ വിവിധ വിഭവങ്ങളാൽ പ്രദർശനം ശ്രദ്ധേയമായി. കണ്ടോന്താരി ഇടമന UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തുടക്കമാകും. KC വേണുഗോപാൽ MP ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ജൂൺ 27 ഉച്ചയ്ക്ക് 2 മണിക്ക് TV രാജേഷ് MLA അധ്യക്ഷതയിൽ മുൻ കേന്ദ്രമന്ത്രിയും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KC വേണുഗോപാൽ MP ഭദ്രദീപം കൊളുത്തി പ്ലാറ്റിനം ജൂബിലിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. ഇതേ വേദിയിൽ വെച്ച് ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകരും സഹ അധ്യാപകരുമായി പ്രവർത്തിച്ച് വിരമിച്ച K ദാമോദര പൊതുവാൾ, CC കുഞ്ഞിരാമൻ നമ്പ്യാർ, M നരസിംഹൻ നമ്പൂതിരി, KV കമ്മാരൻ മാസ്റ്റർ, D വിജയമ്മ, N കൃഷ്ണൻ നമ്പൂതിരി, SM ദേവകി, NV നാരായണൻ നമ്പ്യാർ, TP ദാമോദരൻ, MV മേരി, KN വസുമതി, TV രുക്മിണി, KV വത്സല, KV രുക്മിണി, M ജമീല എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് ഗുരുവന്ദനം എന്ന പരിപാടിയും നടക്കും. 2015 ജൂൺ മുതൽ ഓരോ മാസവും ഓരോ പരിപാടി എന്ന രീതിയിൽ 2016 മാർച്ചിൽ സമാപന സമ്മേളനത്തോടൊപ്പം വിവിധ കലാപരിപാടികളോടെ ഈ ആഘോഷ പരിപാടികളുടെ തിരശ്ശീല വീഴുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. PK കൃഷ്ണൻ, P ശ്രീകല, P ഉഷ, P കൃഷ്ണൻ മാസ്റ്റർ, NV പ്രസാദ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. നല്ല ഭൂമി ഭക്ഷ്യാരോഗ്യ സ്വരാജ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാന്ധി പാർക്കിൽ തേൻവരിക്ക ചക്ക പ്രദർശനവും വിപണനവും ക്ലാസുകളും ജൂൺ 27 നടക്കും. GB വത്സൻ ഉദ്ഘാടനം ചെയ്യും. ചക്കയുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകുക, തീന്മേശകളിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന ചക്ക വിഭവങ്ങളെ പരിചയപ്പെടുത്തി തീന്മേശകളിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചക്ക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ കർഷക കൂട്ടായ്മയായ നല്ല ഭൂമി 27/6 ശനിയാഴ്ച ഗാന്ധി മൈതാനിൽ വെച്ചിട്ട് ഒരു തേൻവരിക്ക എന്ന ഒരു ചക്ക വിപണനം നടത്തുന്നുണ്ട്. ഇതൊക്കെ നടത്തുന്നത് നല്ല ഭൂമി എന്ന നമ്മുടെ ചക്ക എല്ലാ വിധത്തിലുള്ള ചക്കകളും സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് വിപണനത്തിന് അവിടെ വന്ന് കിട്ടുന്നതായിരിക്കും. പ്രദർശനത്തിൽ വരിക്കച്ചക്കയുടെ വിവിധ ഇനങ്ങൾ, ചക്ക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിപണനം, ചക്ക വിഭവങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ, ചക്കയറിവ്, പാചക ക്ലാസ്, പുസ്തക വിതരണം എന്നിവയും നടക്കും. കാനായി ദേശോദ്ധാരണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും കാനായി നോർത്ത് UP സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണം സമാപന പരിപാടി ജയദേവൻ കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ET പത്മനാഭൻ അധ്യക്ഷനായി. MT രാജേന്ദ്രൻ, M ശാരദ, MV ദീപ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പടന്ന റഹ്മാനിയ മദ്രസ കോമ്പൗണ്ടിൽ ഈത്തപ്പഴ തേൻമേളയ്ക്ക് തുടക്കമായി. ഗ്രാൻഡ് റംസാൻ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി ജൂലൈ 31 വരെയാണ് ഈത്തപ്പഴ തേൻമേള ഒരുക്കുന്നത്. ഗ്രാൻഡ് റംസാൻ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് ഈത്തപ്പഴ തേൻമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ,
ഇറാഖ്, ഈജിപ്ത്, സിറിയ, ടുണീഷ്യ, ലബ്നൻ, സൗദി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അജ്വ, അൽജീരിയ, അംബറ, ആതിര, അൽമദീന, അൽബറ, അൽറോഷൻ, അർമാനി, അൽ ഓജസ്, ഹലീമ, പാൽമ, ഗൾഫ് ഫ്രൂട്ട് തുടങ്ങി 40-ൽ പരം വൈവിധ്യങ്ങളായ തേനൂറും ഈത്തപ്പഴങ്ങൾ പ്രദർശനത്തെ ശ്രദ്ധേയമാക്കുന്നു. ഇതാദ്യമായാണ് ഇത്രയും വൈവിധ്യമാർന്ന ഈത്തപ്പഴങ്ങൾ പ്രദർശനത്തിനെത്തിക്കുന്നതെന്നും സംഘാടകർ അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ 10-ൽ പരം വ്യാപാര വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ മിനി എയ്റോപ്ലെയിൻ, മിനി കാർ, ബൈക്ക്, ജീപ്പ്, ബിഗ് ബോൺസി എന്നിവയടങ്ങുന്ന ചിൽഡ്രൻസ് പാർക്കും സംഘാടകർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റംസാൻ ദിനങ്ങളിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും രാത്രി 9:30 മുതൽ 11 മണി വരെയുമാണ് പ്രവേശന സമയം. ഒപ്പം വൈകുന്നേരം 3 മണി മുതൽ വിവിധ രുചിക്കൂട്ടുകളുമായി റംസാൻ വിഭവങ്ങൾ, രാത്രിയിൽ വിവിധയിനം സൂപ്പുകൾ, റംസാൻ കഞ്ഞികൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജൂൺ 29 നടത്താനിരുന്ന ഹർത്താലും സെക്രട്ടേറിയറ്റ് മാർച്ചും പിൻവലിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതിനാലാണ് പ്രക്ഷോഭം മാറ്റിവെക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ അറിയിച്ചു. ഇനി അറിയിപ്പുകൾ. കേരള പ്രവാസി സംഘം കോറോം വില്ലേജ് സമ്മേളനവും അനുമോദനവും ജൂൺ 28 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് കാനായി നോർത്ത് UP സ്കൂളിൽ നടക്കും. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSU നേതാവും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന KP സജിത് ലാലിന്റെ 20ാമത് രക്തസാക്ഷിത്വ ദിനം ജൂൺ 27 വിപുലമായ പരിപാടികളോടെ ആചരിക്കുന്നു. സജിത് ലാൽ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 9:30 പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും. മാതമംഗലം കണ്ടോന്താർ ഇടമന UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനവും ഗുരുവന്ദനവും ജൂൺ 27 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ ടൗൺ പ്രവർത്തക കൺവെൻഷൻ ജൂൺ 29 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. DVFI കോവപ്പുറം പടിഞ്ഞാറ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ കോവപ്പുറം OKK സ്മാരക കലാസമിതിയിൽ വെച്ച് മഴക്കാല രോഗ സൗജന്യ ഹോമിയോ പ്രതിരോധ ക്യാമ്പ് നടത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹക്കീം സമരം സർക്കാർ ഇരട്ടത്താപ്പ് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി. യുവമോർച്ച പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പെരിങ്ങോത്ത് BJP ഹർത്താൽ ആചരിച്ചു. ദേശീയപാതയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. SFI സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട M. ബിജിന് ജന്മനാട്ടിൽ സ്വീകരണം. പയ്യന്നൂരിൽ KSUവിന്റെ നേതൃത്വത്തിൽ സജിത് ലാൽ അനുസ്മരണം. പഴയങ്ങാടിയിലെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.